ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ വർക്ക് വന്നത് എൻ്റെ ഇക്കാൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കേട്ടോ. അപ്പം ഹെയർ മാത്രമാണ് കേട്ടോ വർക്ക് പറഞ്ഞിരുന്നത്. ഹെയർ ഒന്ന് സെറ്റാക്കി തരാനാട്ടോ പറഞ്ഞത്. അപ്പം ഞാനിതാ ജിപ്സം ഫ്ലവറും റോസും വെച്ചാണ് കേട്ടോ സെറ്റാക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിന് എത്രയാണ് റോസിന് വരുന്നത് കേട്ടോ. അപ്പോൾ റോസിന് വരുന്ന ഒരു റോസിന് 30 വരുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ഇനി എല്ലായിടത്തും എങ്ങനെ അറിഞ്ഞാൽ 25 ഇനി ഇപ്പം അത് 30 ഇനി എന്താ അറിയില്ല കേട്ടോ. നല്ലോണം പോകുന്നതുകൊണ്ടാവും ചിലപ്പം. പിന്നെ ഈ കാണുന്ന ജിപ്സം ഫ്ലവേഴ്സിന് വരുന്നത് ഇപ്പോൾ ഇതിലുള്ളത് 300 രൂപക്ക് വാങ്ങിയതാണ് കേട്ടോ ഈ ഫ്ലവർ. നല്ല റേറ്റ് ആട്ടോ ഈ ഫ്ലവറിന്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ചില ആൾക്കാരൊക്കെ ചോദിക്കണ്ടേ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ എത്ര നേരത്തെ വരുന്നത്, എന്താ എത്ര നേരത്തെ, അതിന് മാത്രം എന്താ വർക്ക് നോക്കട്ടോ. അപ്പം അവർക്കുള്ള കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈലിന് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ജിപ്സം ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നൂല് വെച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ച് നേരം നമുക്ക് ഇതിന്മേൽ പണി ഉണ്ടാവും. ഇത് കട്ട് ചെയ്തിട്ട് നല്ല ജലദോഷമാണ് കേട്ടോ, ആ സൗണ്ടിലൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കെട്ടി കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ ഇത് വീട്ടിലെത്തിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽപ്പിന് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഒറ്റക്കൊക്കെ പോകുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൈഡിനെ ഹെൽപ്പിന് കൂട്ടും. ഞാൻ ചിലപ്പോൾ കസിനൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ കൊണ്ടുപോയാൽ എനിക്ക് ഈ പണിയൊക്കെ അവർ ചെയ്തു തരും. അപ്പം ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ബ്രൈഡിനോടാണ് കേട്ടോ കൂടുതലും. ആളുണ്ടെങ്കിൽ നമുക്ക് ക്രിമ്പിങ്ങും കേളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഇത് ഒന്ന് റെഡിയാക്കി തരാൻ ആളുണ്ടെങ്കിൽ. ചില ആൾക്കാരോട് ഇത്ര നേരത്തെ നമ്മൾ റെഡി ആക്കാൻ വരും എന്ന് പറയുമ്പോൾ ചിലപ്പം ബ്രൈഡിനൊക്കെ ആവും, പക്ഷെ ഫാമിലിയുള്ള ആൾക്കാർ ചോദിക്കും ഇത്ര നേരത്തെ വന്നിട്ട് എന്താ പണി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നേരത്തെ വന്നിട്ട് പണി. അപ്പോൾ ഇത്ര ടൈം എന്താ മാറ്റി കഴിയാത്തത് എന്താണ്, ഈ പൂവ് കെട്ടി കഴിഞ്ഞിട്ടുകൂടില്ല അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയും എളുപ്പമുള്ള പണിയല്ലേ, മുടി മാത്രമല്ലേ ഉള്ളൂ, അല്ലെ ഫേസ് മേക്കപ്പ് ചെയ്യാൻ. അപ്പം നമുക്ക് എത്ര ആയാലും ഫേസ് മേക്കപ്പ് ആയാലും ഹെയർ മേക്കപ്പ് ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ക്രിമ്പിങ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അധികം ആൾക്കാർക്കും ഫേസ് ഒന്നും കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഹെയർ സ്റ്റൈലിങ് കാര്യമൊന്നും കാണിക്കാത്തത്. പിന്നെ ഫുൾ ഫ്ലവർ ഇതുപോലെ കെട്ടി വെച്ചിട്ട് ഉണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ അടിയിലുള്ള ആ സാധനം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടോ. ലാസ്റ്റ് വരുന്ന സാധനങ്ങളും ആ ത്രെഡൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാളും. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് അവസാനത്തെ കോലം എങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഹെയർ സ്റ്റൈല് ചെയ്തത് കാണിക്കാൻ ആൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്.